നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എം.വി. ജയരാജൻ രാജിവെച്ചു. പരിയാരത്തിന് ഇനി പുതിയ ചെയർമാൻ. പ്രശ്നങ്ങളിൽ പെട്ടുഴലുന്ന പരിയാരം മെഡിക്കൽ കോളേജിന് അധിക തലവേദനയാണ് നിലവിലെ ചെയർമാന്റെ രാജി. കണ്ടൽക്കാടുകളുടെ സംരക്ഷകൻ കല്ലേൻ പൊക്കുടന്റെ ഓർമ്മകൾക്ക് 1 വയസ്സ്. കണ്ടൽ പഠന ഗവേഷണ കേന്ദ്രമെന്ന പൊക്കുടൻ സ്വപ്നം ഇപ്പോഴും കടലാസിൽ മാത്രം. ഗ്രൂപ്പ് ഞങ്ങൾക്കും പറ്റും. തലസ്ഥാനത്തെ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പയ്യന്നൂരിൽ നടത്തിയത് 2 പ്രകടനങ്ങൾ. $5 ലക്ഷം ചെലവിൽ കടുമേനിൽ നിർമ്മിച്ച പൊതുശ്മശാനം നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം ഉപയോഗശൂന്യമാകുന്നു. പച്ചക്കറി കൃഷിക്കൊപ്പം മത്സ്യകൃഷിയും. അക്വാപോണിക്സ് കൃഷിയിൽ വിജയം കൊയ്ത് എടാട്ടുമ്മൽ സ്വദേശി സാജൻ. വാർത്തകൾ വിശദമായി. പരിയാരം ഭരണസമിതി ചെയർമാൻ സ്ഥാനം എം.വി. ജയരാജൻ രാജിവെച്ചു. ലോട്ടറി ക്ഷേമനിധി ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തതിനെ തുടർന്നാണ് പരിയാരത്ത് നിന്ന് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞത്. പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുവരെ ശേഖരൻ മിനിയോടനാണ് ചെയർമാന്റെ പുതിയ ചുമതല. ലോട്ടറി ക്ഷേമനിധി ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തതിനെ തുടർന്നാണ് എം.വി. ജയരാജൻ പരിയാരം ഭരണസമിതി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. 3 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ചെയർമാനെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സഹകരണ കമ്മീഷനോട് ആവശ്യപ്പെട്ടതായി രാജി തീരുമാനം പ്രഖ്യാപിക്കുന്നതിനിടെ ജയരാജൻ പറഞ്ഞു. സംസ്ഥാന ലോട്ടറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡ് ചെയർമാനായും മറ്റു ചില സംഘടനാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടി വന്നതിനാൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നുള്ള അഭ്യർത്ഥന ഭരണസമിതിയുടെ മുമ്പാകെ സമർപ്പിച്ചതിനെ തുടർന്ന് രാജിക്കത്ത് സ്വീകരിക്കുകയും ഭരണസമിതിയിലേക്ക് പുതിയ ചെയർമാനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടാൻ വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഭരണസമിതിയുടെ ചെയർമാൻ സ്ഥാനത്ത് 2ാം വട്ടം തിരഞ്ഞെടുക്കപ്പെട്ട് 1 വർഷം തികയുന്നതിന് മുമ്പെയാണ് എം.വി. ജയരാജന്റെ രാജി. ചൊവ്വാഴ്ച പരിയാരത്ത് നടന്ന ഭരണസമിതി വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് സ്ഥാനമൊഴിയാനുള്ള തീരുമാനമായത്. തിരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ ശേഖരൻ മിനിയോടൻ താൽക്കാലികമായി ചെയർമാന്റെ ചുമതല വഹിക്കും. നിലവിൽ ഭരണസമിതിയുടെ വൈസ് ചെയർമാനാണ് അദ്ദേഹം. അതേസമയം സർക്കാരിൽ നിന്ന് മെഡിക്കൽ കോളേജിന് ലഭിക്കാനുള്ള കുടിശ്ശിക തുക എത്രയും വേഗം അനുവദിക്കണമെന്ന് വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. ഏകദേശം 61 കോടി രൂപയോളം വിവിധ പദ്ധതികൾ നടപ്പാക്കിയ വകുപ്പിൽ കോളേജിന് ലഭിക്കാനുണ്ടെന്ന് എം.വി. ജയരാജൻ പറഞ്ഞു. 61 കോടി രൂപയാണ് വിവിധ ചികിത്സാ പദ്ധതി നടപ്പാക്കിയത് മൂലവും വിവിധ മേഖലയിൽ നിന്നുമായി പരിയാരം മെഡിക്കൽ കോളേജിന് പിരിഞ്ഞു കിട്ടാനുള്ളത്. സർക്കാരിൻ്റെ വിവിധ ഏജൻസികളാണ് ഈ തുക നൽകേണ്ടത്. ഈ തുക അടിയന്തരമായി നൽകണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഒരു പ്രമേയം ജനബോഡി യോഗം അംഗീകരിച്ചിട്ടുണ്ട്. കൂടാതെ 1300-ലധികം സ്റ്റാഫുകളുള്ള മെഡിക്കൽ കോളേജിൽ ESI ഡിസ്പെൻസറി അനുവദിക്കണമെന്ന് സർക്കാരിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. അവശ്യ വിഭാഗത്തിൽ ഡെപ്യൂട്ടേഷൻ വഴി ഡോക്ടർമാരെ നിയമിക്കുക, പരിയാരത്തെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക തുടങ്ങിയ പ്രമേയങ്ങളും വാർഷിക ജനറൽ ബോഡി യോഗം പാസാക്കിയതായും ജയരാജൻ പറഞ്ഞു. പ്രശ്നങ്ങളിൽ പെട്ടുഴലുന്ന പരിയാരം മെഡിക്കൽ കോളേജിന് പുതിയ തലവേദനയാണ് നിലവിലെ ചെയർമാന്റെ രാജി. മെഡിക്കൽ കോളേജിന്റെ അംഗീകാരത്തിന് തന്നെ ഭീഷണി ഉയരുന്ന സാഹചര്യത്തിൽ പുതിയ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്ത് പ്രശ്നങ്ങൾ പഠിച്ചു വരുമ്പോഴേക്കും മാസങ്ങൾ കഴിയുമെന്നതും തീർച്ചയാണ്. പ്രശ്നങ്ങൾക്കു മീതെ പ്രശ്നങ്ങൾ പെരുകി പരിയാരം മെഡിക്കൽ കോളേജ് ത്രിശങ്കു സ്വർഗത്തിലെന്ന പോലെ നിൽക്കുമ്പോഴാണ് ചെയർമാൻ പുതിയ പദവി ലഭിച്ച് രാജി പ്രഖ്യാപിക്കുന്നത്. മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച ആശയക്കുഴപ്പം ഒരു ഭാഗത്ത്, സ്വന്തമായി സ്ഥലമില്ലാത്ത പ്രതിസന്ധി ഡെമോക്ലാസിന്റെ വാൾ പോലെ തൂങ്ങി നിൽക്കുന്നു. കൂടാതെ ഫീസ് വർധനയെ തുടർന്നുണ്ടായ വിവാദങ്ങളും. ഇനി പുതിയ ചെയർമാൻ സ്ഥാനമേറ്റെടുത്ത് സ്ഥിതിഗതികൾ പഠിച്ചു വന്നിട്ട് വേണം ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ. 2011-ലാണ് എം.വി. ജയരാജൻ പരിയാരം മെഡിക്കൽ കോളേജിന്റെ ഭരണസമിതി ചെയർമാൻ സ്ഥാനത്ത് ആദ്യമായി എത്തുന്നത്. 2015-ൽ 2ാം വട്ടവും തിരഞ്ഞെടുക്കപ്പെട്ടു. മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കണമെന്ന അഭിപ്രായക്കാരനായിരുന്നു എം.വി. ജയരാജൻ. സംസ്ഥാനത്ത് ഭരണമാറ്റം സംഭവിച്ചതോടെ മെഡിക്കൽ കോളേജിന്റെ ഏറ്റെടുക്കൽ വേഗത്തിലാകുമെന്ന പ്രതീക്ഷയുണ്ടായെങ്കിലും നടപടികൾ മുന്നോട്ട് നീങ്ങാതെ ഇഴഞ്ഞു തന്നെ നിന്നു. കോളേജ് സർക്കാർ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഭരണസമിതിയിൽ തന്നെ 2 അഭിപ്രായമുണ്ടെന്ന് സ്ഥാനമൊഴിയുന്ന സമയത്ത് എം.വി. ജയരാജൻ തന്നെ വ്യക്തമാക്കി.
ഏറ്റെടുക്കണം എന്നുള്ള അഭിപ്രായം വന്നു, സഹകരണ മേഖലയിൽ നിലനിർത്തണം എന്നുള്ള അഭിപ്രായം വന്നു. മാന്യ മെമ്പർമാരിൽ നിന്ന് രണ്ട് അഭിപ്രായവും വന്നിട്ടുണ്ട്. സ്വന്തമായി സ്ഥലമില്ലാത്തതാണ് മെഡിക്കൽ കോളേജ് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ ഏറ്റവും വലുത്. സർക്കാർ ഭൂമിയിലുള്ള മെഡിക്കൽ കോളേജ് സർക്കാർ നിയന്ത്രണത്തിലാക്കിയില്ലെങ്കിൽ അംഗീകാരം നഷ്ടപ്പെടുമെന്ന് വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. സ്വന്തമായി 25 ഏക്കർ ഭൂമിയെങ്കിലും വേണമെന്നതാണ് മെഡിക്കൽ കോളേജ് കൗൺസിലിന്റെ നിബന്ധന. സഹകരണ വകുപ്പിന് മെഡിക്കൽ കോളേജിന്റെ ചുമതല സർക്കാർ തിരികെ നൽകിയപ്പോൾ സ്ഥലം വിട്ടു നൽകിയിരുന്നില്ല. ഇതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ഫീസ് വർധനയെക്കുറിച്ച് ഉയർന്ന ആരോപണങ്ങൾക്ക് മറ്റ് സ്വാശ്രയ കോളേജുകളുടെ ഫീസുമായി താരതമ്യം ചെയ്തുള്ള മറുപടിയാണ് ഭരണസമിതി നൽകുന്നത്. ഫീസ് സ്വകാര്യ സ്വാശ്രയ കോളേജും നമ്മളും തമ്മിൽ നിലവിലുള്ള വ്യത്യാസം നിലനിർത്തിക്കൊണ്ടാണ് പോകുന്നത്. സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ മാനേജ്മെൻറ്റ് ഫീസ് നമ്മളും അവരും തമ്മിൽ 1 ലക്ഷത്തിൻ്റെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. അതിപ്പോഴും നിലനിർത്തുന്നുണ്ട്. ഡോക്ടർമാരുടെയും ആവശ്യമായ ഉപകരണങ്ങളുടെയും അഭാവം, കടബാധ്യത, തൊഴിലാളി പ്രശ്നം, അങ്ങനെ 100 കണക്കിന് പ്രശ്നങ്ങൾ ബാക്കി വെച്ചാണ് ജയരാജൻ സ്ഥാനമൊഴിയുന്നത്. നിലവിൽ ഒരു ചോദ്യചിഹ്നമാണ് പരിയാരം മെഡിക്കൽ കോളേജ്. ഇനി പുതിയ ചെയർമാൻ സ്ഥാനമേറ്റെടുത്ത് അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങൾക്ക് കാത്തിരിക്കുക എന്നതാണ് ചെയ്യാനുള്ളത്. കൂടാതെ സർക്കാർ ഏതു നിലയ്ക്ക് ആശുപത്രിയെ പരിഗണിക്കും എന്നതും നോക്കിക്കാണേണ്ട വസ്തുത. കല്ലേൻ പൊക്കുടന്റെ 1-ാം ചരമവാർഷികം അംബേദ്കർ സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. പുഷ്പാർച്ചനയും നടന്നു. കണ്ടൽക്കാടുകളുടെ സംരക്ഷകനായ കല്ലേൻ പൊക്കുടന്റെ 1-ാം ചരമവാർഷിക ദിനത്തിൽ പൊക്കുടന്റെ സ്മൃതി മണ്ഡപത്തിൽ പരിസ്ഥിതി പ്രവർത്തകരും പൊക്കുടന്റെ കുടുംബാംഗങ്ങളും ഒത്തുചേർന്നു. അംബേദ്കർ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. പ്രൊഫസർ രാജീവൻ മുഖ്യപ്രഭാഷണം നടത്തി. പരിസ്ഥിതി പ്രശ്നങ്ങളിൽ വളരെ സജീവമായി ഇടപെടുകയും കണ്ടൽ പ്രസ്ഥാനത്തെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ലോക രാജ്യങ്ങൾ പോലും മാതൃകയാക്കിയിരിക്കുക. ഹംഗറിയും യുഗോസ്ലാവിയയും, എന്തിനേറെയെന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്ക പോലും ഈ കണ്ടൽ നട്ടുവളർത്തുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയെടുത്തത് കല്ലേൻ പൊക്കുടൻ എന്ന് പറയപ്പെടുന്ന ഈ ജൈവ മനുഷ്യൻ്റെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന്. ഈ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് ഈ വടക്കേ മലബാറിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയ മറ്റൊരാളില്ല എന്ന് തന്നെ പറയും. ശ്രീജിത്ത് പൊങ്ങാടൻ, സതീശൻ പി, ചിത്രസേനൻ, സുനിൽ പിലാത്തറ, കുമാരൻ പി, ഷെരിൻ രാജ്, ബാബു കെ, ശിവകുമാർ പി, എൻ രാജൻ, ആനന്ദൻ, രഘുനാഥൻ, റീന കെ, അഞ്ജന, ബോധ, ഷീബ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കണ്ടൽക്കാടുകളുടെ സംരക്ഷകൻ കല്ലേൻ പൊക്കുടന്റെ ഓർമ്മകൾക്ക് 1 വയസ്സ് പൂർത്തിയാകുമ്പോഴും അദ്ദേഹത്തിന്റെ സ്വപ്നമായ കണ്ടൽ പഠന ഗവേഷണ കേന്ദ്രം യാഥാർത്ഥ്യമായില്ല. കേന്ദ്രം പൂർത്തിയാക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉൾപ്പെടെവരുടെ ഉറപ്പും പാഴായി. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനും പുതുതലമുറക്ക് കണ്ടലിന്റെ മഹത്വം മനസ്സിലാക്കുന്നതിനും കണ്ടൽ പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുക എന്നത് കല്ലേൻ പൊക്കുടന്റെ ആഗ്രഹമായിരുന്നു. ഇതിനായി പൊക്കുടൻ തന്റെ വീടിനോട് ചേർന്ന ഒരു കണ്ടൽ പഠന ഗവേഷണത്തിനായുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. എന്നാൽ ആഗ്രഹം ബാക്കിയാക്കി പൊക്കുടൻ യാത്രയായി. അദ്ദേഹത്തിന്റെ മരണസമയത്ത് വീട്ടിലെത്തിയ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഉള്ളവർ പഠന ഗവേഷണം പൂർത്തിയാക്കാനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. നാട്ടുകാരുടെയും പരിസ്ഥിതി സ്നേഹികളുടെയും കൂട്ടായ്മയിൽ കേന്ദ്രം പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇദ്ദേഹത്തിന്റെ മകൻ. കുട്ടികൾക്ക് വരാനും അച്ഛനെ അറിയാനും അതോടൊപ്പം കണ്ടലുകളെ അടുത്ത് കാണാനും അതിൻ്റെ ആവാസ പ്രാധാന്യം നേരിട്ട് അനുഭവിക്കാനുള്ള ഒരു അവസരം കുട്ടികൾക്ക്, കേരളത്തിലെ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കണമെന്നാണ് അച്ഛൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ അച്ഛൻ്റെ വിയോഗത്തിന് ശേഷം, ദേഹവിയോഗത്തിന് ശേഷം സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങളെ സമീപിച്ചിട്ടില്ല. കല്ലേൻ പൊക്കുടന്റെ സ്വപ്നമായ കണ്ടൽ പഠന ഗവേഷണ കേന്ദ്രം പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന പ്രതീക്ഷയിലാണ് പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തലസ്ഥാനത്ത് പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. എല്ലായിടത്തും ഒരു പ്രകടനം മാത്രം നടന്നപ്പോൾ പയ്യന്നൂരിൽ നടന്നത് 2 എണ്ണം. തങ്ങളാണ് യഥാർത്ഥ യൂത്ത് കോൺഗ്രസ് എന്ന് അവകാശപ്പെട്ടാണ് ഇരുവിഭാഗവും രംഗത്തെത്തിയത്. തലസ്ഥാനത്ത് നടന്ന പ്രക്ഷോഭത്തിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലീസ് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം നടന്നത്. പയ്യന്നൂർ ടൗൺ വഴി പ്രകടനം കടന്നുപോയതിനു പുറകെ ഇതാ വരുന്നു വീണ്ടും ഒരു പ്രകടനം. അതും യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ തന്നെ.
ആദ്യം പോയത് സർക്കാരിനെതിരെ നടന്ന പ്രകടനമായിരുന്നെങ്കിൽ രണ്ടാമത് പയ്യന്നൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിന് വെല്ലുവിളിച്ചുള്ളത്. ടൗൺ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രക്ഷോഭ പരിപാടികളിൽ സജീവമായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് രണ്ടാമത്തെ പ്രകടനത്തിൽ ഉണ്ടായിരുന്നത്. ബാങ്ക് അധികൃതർക്കെതിരെ മുദ്രാവാക്യവുമായി നീങ്ങിയെങ്കിലും ഇടയ്ക്ക് സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങളും കടന്നു വന്നു. തങ്ങളാണ് പയ്യന്നൂരിലെ യഥാർത്ഥ യൂത്ത് കോൺഗ്രസ് എന്നാണ് ഇവരുടെ വാദം. പയ്യന്നൂരിലെ വിവിധ മണ്ഡലം കമ്മിറ്റികളുടെ പ്രസിഡന്റുമാർ തങ്ങളോടൊപ്പമാണ് എന്നാണ് ഈ സംഘത്തിന്റെ നേതാവായ രജീഷ് കണ്ണോത്ത് അവകാശപ്പെടുന്നത്. എന്നാൽ യൂത്ത് കോൺഗ്രസ് പാർലമെന്ററി സെക്രട്ടറി CH യാസിനൊപ്പമുള്ളതിനാൽ യഥാർത്ഥ യൂത്ത് കോൺഗ്രസ് ഞങ്ങളെന്ന വാദമാണ് ആദ്യ സംഘം ഉയർത്തുന്നത്. എന്തായാലും മുദ്രാവാക്യം വിളിച്ച് രണ്ട് സംഘവും ലാവിഷായി നടന്നെങ്കിലും ഇതിൽ ഏതാണ് ഒറിജിനൽ എന്ന ആശങ്കയിൽപ്പെട്ടത് കണ്ടുവന്നവരാണ്. അംഗപരിമിതർക്കുള്ള സമ്പൂർണ്ണ മെഡിക്കൽ ക്യാമ്പ് പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്നു. കേന്ദ്ര സർക്കാരിന്റെ ADIP പദ്ധതി പ്രകാരം സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു വൈകല്യ നിർണയ ക്യാമ്പ്. അംഗപരിമിതർക്കുള്ള ഉപകരണത്തിന് അർഹരായവരെ കണ്ടെത്തുന്നതിനായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോലിന്റെ അധ്യക്ഷതയിൽ P. കരുണാകരൻ MP ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അസസ്മെന്റിന്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങൾക്ക് ഉപകരണങ്ങൾ കിട്ടുക. ഇതിൽ മുൻകൈയെടുത്ത ഗവൺമെന്റിനെയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിനെയും ഇവിടെ സംഘടിപ്പിക്കുന്ന സാമൂഹ്യ വകുപ്പ് അതേപോലെ തന്നെ പയ്യന്നൂർ മുനിസിപ്പാലിറ്റി അവരെല്ലാം തന്നെ ഹാർദമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് അറിയിക്കുന്നു. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ അലിംകോയുടെ വിദഗ്ധ സംഘമാണ് പരിമിതരെ പരിശോധിച്ചത്. വീൽചെയർ, ക്രച്ചസ്, ശ്രവണ സഹായികൾ, വാക്കിംഗ് സ്റ്റിക്ക്, മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള MSIED കിറ്റ്, മുച്ചക്ര സൈക്കിൾ, ബ്രെയിലി കെയിൻ സ്ലേറ്റുകൾ, നടക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ തുടങ്ങിയവയാണ് വിതരണം ചെയ്യുക. വിതരണോദ്ഘാടനം പിന്നീട് നടക്കും. ചടങ്ങിൽ NRHM പ്രോഗ്രാം മാനേജർ ഡോക്ടർ രതീഷ് പദ്ധതി വിശദീകരിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C. സത്യപാലൻ, സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ N. ഷീബ, രാജീവൻ P. എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ ക്യാമ്പിൽ സംബന്ധിച്ചു. 500ഓളം പേർ പങ്കെടുത്ത ക്യാമ്പിന് IRPC, ICDS, ആശാവർക്കർമാർ എന്നിവർ നേതൃത്വം നൽകി. ലക്ഷങ്ങൾ മുടക്കി പണി കഴിപ്പിച്ച പഞ്ചായത്ത് ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നത് പുറത്ത്. കഴിഞ്ഞ വർഷം 5 ലക്ഷം രൂപ ചെലവിൽ കടുമേലിൽ നിർമ്മിച്ച പൊതുശ്മശാനമാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത്. പേരിന് 2 അടുപ്പുകളുണ്ട്. അത് രണ്ടും കിഴക്ക് പടിഞ്ഞാറും. ഹൈന്ദവാചാരപ്രകാരം തെക്ക് വടക്ക് എന്ന രീതി പോലും ഇവിടെ അവലംബിച്ചിട്ടില്ല. അടുപ്പാണെങ്കിൽ എന്തിനേറെ അത്ര ദയനീയം. പഞ്ചായത്ത് ശ്മശാനമുണ്ടാക്കാൻ ഏൽപ്പിച്ചവരാണെങ്കിൽ ഇതുമായി പുലബന്ധം പോലുമില്ലാത്തവരാണ്. ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ വളരെയധികം ആരോപണങ്ങളും അഴിമതിയും വിവാദങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷം പഞ്ചായത്ത് ശ്മശാനം പുതുക്കി ശാസ്ത്രീയമായി നിർമ്മിക്കാൻ 15 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ടെങ്കിലും 1 രൂപ പോലും ഇതുവരെ ചെലവഴിച്ചിട്ടില്ല. ഈ ശ്മശാനം കെട്ടിയതിനു ശേഷം 100ഓളം മൃതദേഹങ്ങൾ ഇവിടെ പുറത്ത് സംസ്കരിക്കേണ്ടി വന്നിട്ടുണ്ട്. മറ്റ് സമുദായങ്ങൾക്കെല്ലാം സ്വന്തമായി ശ്മശാനമുള്ളതിനാൽ ഹൈന്ദവർ മാത്രമാണ് ഇവിടെ ശവം സംസ്കരിക്കുന്നത്. അതിവിശാലവും ആവശ്യത്തിലധികം സ്ഥലവും ഉണ്ടായിരുന്നിട്ടും ഇത്തരത്തിൽ ഇതിനോട് കാണിക്കുന്ന അവഗണന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി ഹൈന്ദവാചാരപ്രകാരം ശവം ദഹിപ്പിക്കാനുള്ള സംവിധാനം അടിയന്തരമായി ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം നടത്തുമെന്നാണ് ഹൈന്ദവ സംഘടനകളുടെ ആഹ്വാനം. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. മാടായി പഞ്ചായത്തിലെ മുട്ടം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം താളം തെറ്റുന്നു. ദിവസേന 100ഓളം രോഗികളാണ് ചികിത്സ കിട്ടാതെ മടങ്ങുന്നത്. മാടായി പഞ്ചായത്തിലെ മുട്ടം PHCയിൽ 2 ദിവസമായി ഡോക്ടർമാരില്ല. ആകെ 2 ഡോക്ടർമാരും 20ഓളം ജീവനക്കാരുമുണ്ട് PHCയിൽ. 2 ഡോക്ടർമാരിൽ ഒരാൾ ഏറെക്കാലമായി ലീവിലാണ്. കഴിഞ്ഞ ദിവസം മുതൽ 2ാമത്തെ ഡോക്ടറും അവധിയിൽ പോയതോടെയാണ് ഡോക്ടർമാർ ഇല്ലാതെയായത്. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ പാവപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് മാടായി പഞ്ചായത്തിലെ മുട്ടം പ്രദേശം. മാടായി പഞ്ചായത്തിലുള്ളവരും രാമന്തളി പഞ്ചായത്തിലുള്ളവരും ഇവിടെ ചികിത്സ തേടിയെത്താറുണ്ട്. ഡോക്ടർമാർ ലീവിൽ പോയതോടെ ചികിത്സ കിട്ടാതെ മടങ്ങേണ്ട അവസ്ഥയിലാണ് രോഗികൾ. എട്ടിക്കുളം ആശുപത്രിയിൽ പോയി അവിടെ ഡോക്ടറില്ല. അവിടെ ഡോക്ടർക്ക് ലീവാന്ന് പറഞ്ഞു. പിന്നെ മുട്ടത്തേക്ക് വന്നു. മുട്ടത്ത് വരുമ്പോഴത്തേക്കും ഡോക്ടറില്ല. ഇത് നമ്മ ഇപ്പോൾ എവിടെയാ പോകണ്ട്? അപ്പോൾ ഒരു രക്ഷയില്ല. ചുമയും പനിയും ഇതെല്ലാമാണ്. ഇങ്ങനെ ഡോക്ടറില്ലാതെ ഇങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടായിരുന്നു. മുട്ടം PHCയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി KK ജനാർദ്ദനന്റെ തലിച്ചാലത്തെ വീടിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. ജനൽ ചില്ലുകൾ തകർത്തു. ചന്ദേര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
തലിച്ചാലം പാലത്തിനു സമീപം മാലിന്യം തള്ളിയത് തിരിച്ചെടുപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് അക്രമമെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി വാഹനത്തിലെത്തിയവർ പാലത്തിനു മുകളിൽ നിന്നും പുഴയോരത്തേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞത് ചോദ്യം ചെയ്തവരുടെ കൂട്ടത്തിൽ ജനാർദ്ദനന്റെ മകനുമുണ്ടായിരുന്നു. ഈ വൈരാഗ്യമാണ് വീട് ആക്രമിക്കാൻ കാരണമെന്നാണ് കരുതുന്നത്. അതിനുശേഷമാണ് അവർ വിവരം കൊടുത്തിട്ടോ വേറെ എന്താണെന്ന് അറിയില്ല, 2 മോട്ടോർ സൈക്കിളിൽ ആൾക്കാർ വരികയും ഇവിടുന്ന് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ച് പോകുന്നതായിട്ട് എൻ്റെ മകൻ്റെ ഭാര്യ കണ്ടു. പിന്നീടാണ് വണ്ടിയോടെ നിർത്തിയിട്ട് കല്ലേറ് നടത്തിയത്. എനിക്ക് എൻ്റെ വീട്ടിൻ്റെ ഗ്ലാസ് തകർന്നിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് ചന്തേര പോലീസിൽ പരാതി നൽകുകയും പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. തലിച്ചാലം തട്ടാർക്കടവ് പാലങ്ങളുടെ പരിസരം മാലിന്യം തള്ളുന്നത് നിത്യസംഭവമായിരിക്കുകയാണ്. അസഹ്യമായ ദുർഗന്ധമാണ് ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. സമീപ പ്രദേശങ്ങളിൽ നടക്കുന്ന കല്യാണ വീടുകളിൽ നിന്നും വാഹനങ്ങളിലെത്തിച്ചാണ് രാത്രികാലങ്ങളിൽ മാലിന്യ നിക്ഷേപം. ഈ പ്രദേശങ്ങളിൽ ഹൈമാസ് ലൈറ്റും CCTV ക്യാമറയും സ്ഥാപിച്ച് പ്രദേശത്തെ സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. സമൂഹവിരുദ്ധ നടപടി നടത്തുന്നവരെ അതിശക്തമായി തന്നെ നേരിടുമെന്ന് തലിച്ചാലം വാർഡ് മെമ്പർ വിനോദ് പറഞ്ഞു. നിരന്തരം ഇവിടെ ഇടുന്ന വേസ്റ്റ് നമ്മൾ ഒരു ജനകീയ സമിതി രൂപീകരിച്ച് ഈ വേസ്റ്റ് ഇടുന്ന പ്രശ്നം പരിഹരിക്കാനുള്ള ത്വരിത നടപടി സ്വീകരിക്കുമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. അതുമായി ബന്ധപ്പെട്ടുണ്ടായ വീട് തകർത്തത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണ്. അത് ചന്തേര SIയുമായി ബന്ധപ്പെട്ട് അതിനെതിരെ നല്ലൊരു നടപടി സ്വീകരിക്കാൻ SI നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആ വീട് എറിഞ്ഞു പൊളിച്ച സാമൂഹ്യദ്രോഹികളെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നുമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സ്ത്രീകൾക്കും ദളിതർക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ മോഡിയുടെ ഭരണത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണെന്ന് മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം PK സുബൈദ. കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ട്രേഡ് സെന്ററിൽ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെ പുരുഷന്മാരോടൊപ്പം നിന്നിട്ട് അല്ലെങ്കിൽ പുരുഷന്മാരെക്കാളും അപ്പുറത്ത് അല്ലെ പ്രവർത്തിക്കുന്നുണ്ട്. കൂടി ഇരിക്കുന്നവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാകുന്ന രാത്രിയിലത്തെ ചോറും കറിയാണ് അല്ലെ. വൈകുന്നേരമായി ഇപ്പൊ രാത്രി എത്ര ഭക്ഷണം ഉണ്ടാക്കുന്ന തരത്തിലാണ്. പുരുഷന്മാർക്കതില്ല. പുരുഷന്മാർക്ക് വീട്ടിൽ എത്ര വൈകിയാലും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഭക്ഷണം. K. കാർത്തിയാനി അധ്യക്ഷയായിരുന്നു. KP ജ്യോതി, KV ഭാരതി എന്നിവർ പ്രസംഗിച്ചു. ജൈവകൃഷിയെക്കുറിച്ച് രാമന്തളി കൃഷി ഓഫീസർ EB ദിനേശൻ ക്ലാസ് എടുത്തു. നിരവധി പേർ പരിപാടിയിൽ സംബന്ധിച്ചു. വിദേശ രാജ്യങ്ങളിൽ ഏറെ പ്രചാരത്തിലുള്ളതും ഇന്ത്യയിൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നതുമായ സംയോജിത കൃഷിരീതിയാണ് അക്വാപോണിക്സ്. മത്സ്യവും പച്ചക്കറികളും ഒരുമിച്ച് ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അക്വാപോണിക്സ് കൃഷിയിൽ വിജയം കൊയ്യുന്ന എടാട്ടുമൽ സ്വദേശി സാജൻ CK പരിചയപ്പെടാമിനെ. മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിരിക്കുന്ന സിൽപോളിൻ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച ടാങ്കിൽ പോഷകമൂല്യമുള്ള തീറ്റ മീനുകൾക്ക് നൽകുന്നു. അതിന്റെ ഫലമായി മത്സ്യവിസർജ്യവും തീറ്റയുടെ അവശിഷ്ടവും കലർന്ന ടാങ്കിലെ വെള്ളം ഒരു മോട്ടോർ ഉപയോഗിച്ച് ടെറസിനു മുകളിൽ തയ്യാറാക്കിയിരിക്കുന്ന പൈപ്പുകളിൽ നട്ട പച്ചക്കറികളിലേക്ക് എത്തുന്നു. പൈപ്പിനകത്തുകൂടി സാവധാനത്തിൽ ഒഴുകുന്ന ഈ വിസർജ്യമടങ്ങിയ ജലത്തിൽ നിന്നും ചെടികൾക്കാവശ്യമായ മൂലകങ്ങളും ജലവും വേരുവഴി വലിച്ചെടുക്കുന്നു. ശേഷിക്കുന്ന ജലം താഴെ മത്സ്യടാങ്കിനു ചുറ്റുമായി തയ്യാറാക്കിയ ഗ്രോ ബാഗുകളിൽ ഡ്രിപ്പ് സിസ്റ്റം വഴി എത്തുന്നു. ഗ്രോ ബാഗുകളിൽ നട്ടിരിക്കുന്ന ചെടികൾ വെള്ളത്തിലെ അവശേഷിക്കുന്ന മൂലകങ്ങൾ വലിച്ചെടുക്കുകയും ഗ്രോ ബാഗുകളിൽ നിറച്ചിരിക്കുന്ന ജില്ലി ജലത്തെ ഏകദേശം 75% ശുദ്ധീകരിച്ച് മത്സ്യടാങ്കിൽ തിരിച്ചെത്തിക്കുന്നു. 24 മണിക്കൂറും ടാങ്കിലെ ജലം റീസൈക്കിൾ ചെയ്യുന്നതിനാൽ വെള്ളം എപ്പോഴും ശുദ്ധമായിരിക്കും. ടാങ്കിനു മുകളിലും ടെറസിനു മുകളിലും UV ഷീറ്റ് ഉപയോഗിച്ച് മഴമറ നിർമ്മിക്കുകയാണെങ്കിൽ വർഷത്തിൽ 2 തവണ മത്സ്യവും 4 തവണ പച്ചക്കറികളും വിളവെടുക്കാവുന്നതാണ്. അക്വാപോണിക്സ് ആരംഭിക്കാനാവശ്യമായ ചെലവ് ഒഴിച്ചു നിർത്തിയാൽ മത്സ്യങ്ങൾക്കുള്ള തീറ്റയാണ് പ്രധാന ചെലവ്. ചെടികൾക്ക് ഒരു തരത്തിലുള്ള വളങ്ങളും നൽകേണ്ടതില്ല. സാധാരണ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജലനഷ്ടത്തിന്റെ 5% മാത്രമേ ഇതിൽ കുറവ് വരുന്നുള്ളൂ. ജലലഭ്യത കുറഞ്ഞുവരുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും പ്രയോജനപ്രദമാണ് ഈ കൃഷിരീതി. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ പച്ചക്കറിയും മീനും യാതൊരു വിഷസ്പർശമേൽക്കാതെ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റ് ഇത് ആദ്യത്തേതാണ്. തൃക്കരിപ്പൂർ കൃഷിഭവന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് ഇത് പൂർത്തീകരിച്ചിരിക്കുന്നത്. കൃഷി ഓഫീസർ ഷീന KV, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ ഇതിനാവശ്യമായ എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകി പരിപൂർണമായ സഹകരണം നൽകി വരുന്നു. ഈ ഗ്രോ ബാഗിലേക്ക് സ്പ്രിങ്കിളായിട്ട് ഈ വെള്ളം ഇതിലേക്ക് വീഴുന്നു. അത് ഫിൽറ്റർ ചെയ്ത് വീണ്ടും ടാങ്കിലേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മുടെ വെള്ളം എവിടെയും നഷ്ടപ്പെടുന്നില്ല. ഈ വെള്ളത്തിൻ്റെ ഒരു
5% വെള്ളം, സാധാരണ പച്ചക്കറിക്ക് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ 5% വെള്ളം മാത്രമേ ഈ പച്ചക്കറിക്ക് വേണ്ടൂ. ബാക്കി വരുന്ന വെള്ളം തേച്ച് ടാങ്കിലേക്ക് തന്നെ പോകുന്നുണ്ട്. സാധാരണ മീൻ വളർത്തുമ്പോൾ നമ്മൾ ഒരാഴ്ചക്കൊക്കെ വെള്ളം പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് പുതിയ വെള്ളം ചേർക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. ഇതിന് അങ്ങനെയൊന്നും വരുന്നില്ല. ഇത് വെള്ളം അതുപോലെ തന്നെ ഉണ്ട്. ഒരാഴ്ചക്ക് കൂടുമ്പോൾ കുറച്ച് വെള്ളം ഇതിൽ കുറയുന്നു. ആ സമയത്ത് ആ വെള്ളം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. സാജന്റെ ഭാര്യ സൗമ്യ KB എല്ലാവിധ പിന്തുണയുമായി ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മാടായിക്കാവ് ക്ഷേത്രം ശുചിമുറി നിർമ്മാണം പുനരാരംഭിച്ചു. ആയിരക്കണക്കിന് ഭക്തജനങ്ങളെത്തുന്ന മാടായിക്കാവിൽ ശുചിമുറി നിർമ്മാണം പാതി വഴിയിൽ നിലച്ചത് ജനങ്ങൾക്കേറെ ദുരിതം സൃഷ്ടിച്ചിരുന്നു. മാസങ്ങൾക്ക് മുൻപ് നിർമ്മാണം ആരംഭിച്ച ശുചിമുറിയുടെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചത് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഏറെ ദുരിതം സൃഷ്ടിച്ചിരുന്നു. കർണാടകയിൽ നിന്നുൾപ്പെടെ മാടായിക്കാവിൽ ഭക്തജനങ്ങൾ എത്താറുണ്ട്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ 2000-ഓളം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. കരാറുകാരുടെ അനാസ്ഥയാണ് നിർമ്മാണ പ്രവൃത്തി നിലക്കാൻ കാരണമായത്. തറയിൽ നിറച്ച പഴയ മണൽ നീക്കം ചെയ്ത് പുതിയ മണൽ നിറച്ചാണ് പ്രവൃത്തി നടക്കുന്നത്. ക്ഷേത്ര നവീകരണ കമ്മിറ്റിയുടെ ഇടപെടലാണ് ശൗചാലയ നിർമ്മാണം വീണ്ടും ആരംഭിക്കാൻ കാരണമായത്. മാടായിക്കാവിൽ നിർമ്മാണം ആരംഭിച്ച ശൗചാലയം ഉടൻ പൂർത്തിയാക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കണ്ണൂർ ജില്ലാ ദേശീയ ചുമട്ടുതൊഴിലാളി യൂണിയൻ INTUC ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി പയ്യന്നൂരിൽ വിളംബര ജാഥ നടത്തി. ബുധനാഴ്ച കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിലാണ് സമ്മേളനം. മുൻമന്ത്രി K. സുധാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ പയ്യന്നൂർ ബ്രാഞ്ച് സമ്മേളനം CITU ജില്ലാ കമ്മിറ്റി അംഗം KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. LIC മേഖലയിലെ ഏജന്റുമാരുടെ സംഘടനയായിട്ടുള്ള പ്രബല സംഘടനയായിട്ടുള്ള LIC ഏജൻസി ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിവിധ കാലഘട്ടങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച് ഭരണകൂടത്തിൻ്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകളെ എതിർക്കുന്ന സാഹചര്യവും അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഇവിടെ സെക്രട്ടറിയോടൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ നിങ്ങളുടെ മിനിമം ബിസിനസ് ഗ്യാരണ്ടി അടക്കം എടുത്തു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. സമ്മേളനത്തിൽ ബ്രാഞ്ച് പ്രസിഡന്റ് PP ഉമേഷ് അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് ജോയിന്റ് സെക്രട്ടറി CV ദാമോദരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. PJ ജേക്കബ്, KU സുനീത് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ റിപ്പോർട്ട് അവതരണം, പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കൽ, പ്രമേയാവതരണം എന്നിവയും നടന്നു. അഴിമതിക്കും അനാചാരങ്ങൾക്കുമെതിരെ കർഷകന്റെ ഇന്ത്യ പര്യടനം. UP സ്വദേശി സുദർശൻ പ്രസാദ് വിശ്വകർമ്മ എന്ന യുവാവാണ് സൈക്കിളിൽ രാജ്യം ചുറ്റുന്നത്. ഇത് സുദർശൻ പ്രസാദ് വിശ്വകർമ്മ കഴിഞ്ഞ മെയ് മാസം 18-ന് UPയിലെ കബിൽപൂരിൽ നിന്നും സൈക്കിളിൽ യാത്ര ആരംഭിച്ചതാണ്. UPയിലെ കർഷകനും BA ബിരുദധാരിയുമായ സുദർശൻ അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അണ്ണാ ഹസാരെയുടെ അനുഗ്രഹത്തോടെയാണ് ഒറ്റക്കുള്ള സൈക്കിൾ പര്യടനം ആരംഭിച്ചത്. സംസ്ഥാനങ്ങൾ ചുറ്റി ഡൽഹിയിൽ സമാപിക്കും. 1 വർഷവും 4 മാസവും വേണ്ടിവരുമെന്നാണ് സുദർശൻ പറയുന്നത്. अभी तक हमारे 367 डिस्ट्रिक्ट 52,900 किलोमीटर की पूरी हो चुकी है. ये भ्रष्टाचार के खिलाफ सिर्फ मतलब हमारी लड़ाई नहीं है, इस भ्रष्टाचार की 125 करोड़ जनता 40% युवाओं की लड़ाई है. പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൽ ഉദ്യോഗസ്ഥർ പിന്നോട്ടടിക്കുകയാണെന്നും അഴിമതി നടത്താൻ അവരെ ദ്രോഹിക്കുകയാണെന്നും അഴിമതിക്കെതിരെയുള്ള ഒറ്റയാൾ പോരാട്ടമാണിതെന്നും സുദർശൻ പറഞ്ഞു. നിരവധി സംസ്ഥാനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെത്തിയത്. ദേശീയ പതാകയുമേന്തിയുള്ള സൈക്കിളിൽ ചൊവ്വാഴ്ച ഉച്ചയോടെ പയ്യന്നൂരിലുമെത്തി. കോത്തായിമുക്കിൽ നൽകിയ സ്വീകരണത്തിന് ശേഷം സുദർശൻ യാത്ര തുടർന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU തൃക്കരിപ്പൂർ ടൗൺ ഡിവിഷൻ സമ്മേളനം AV മാസ്റ്റർ മന്ദിരത്തിൽ നടന്നു. കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് മുനമ്പത്ത് ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. അയാൾ ആവശ്യപ്പെടുന്ന സ്ഥലം ഏതാണോ ആ സ്ഥലത്തേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അയാൾക്ക് ഒരു പോറൽ നിൽക്കാതെ ഒരു തരത്തിലും അയാൾക്കൊരു പ്രയാസവുമില്ലാതെ അയാളുടെ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കുക എന്ന ചുമതലയാണ്. വളരെ വളരെ ഗൗരവപ്പെട്ട ഉത്തരവാദപ്പെട്ട ഒരു ചുമതലയാണ് നമ്മൾ നിർവഹിക്കുന്നത്. ഓട്ടോറിക്ഷകളുടെ ഫെയർ മീറ്റർ സീൽ ചെയ്യാനുള്ള കേന്ദ്രം കാലിക്കടവിൽ അനുവദിക്കുക, കാലിക്കടവ് മുതൽ ഒളവറപ്പാലം വരെ മെക്കാഡം ടാറിംഗ് നടത്തുക എന്നിവ സമ്മേളനം പ്രമേയമായി ആവശ്യപ്പെട്ടു. K. പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു.
ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ടി.വി. വിനോദ്, പി. എ. റഹ്മാൻ, കെ. ബാലചന്ദ്രൻ, എം. രാമചന്ദ്രൻ, കെ.പി. തമ്പാൻ എന്നിവർ സംസാരിച്ചു. എം. വി. രാമകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ചെറുപുഴ റോഡിന്റെ ശോച്യാവസ്ഥ. പ്രക്ഷോഭം ശക്തമാകുന്നു. സെപ്റ്റംബർ 30 ചെറുപുഴ പെരിങ്ങോം പഞ്ചായത്തുകളിൽ BJP ഹർത്താലിന് ആഹ്വാനം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് MLA അടക്കം നടത്തിയ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ ചെറുപുഴ മുതൽ പെരിങ്ങോം വരെയുള്ള ഭാഗം ടാർ ചെയ്യുന്നതിനായി അനുവദിച്ചിരുന്നു. ഇതിന്റെ ടെൻഡർ നടപടി പൂർത്തിയായിട്ടും പ്രവർത്തനാനുമതി നൽകാത്തതാണ് പ്രവൃത്തി ആരംഭിക്കാൻ തടസ്സമായിരിക്കുന്നത്. കാൽനടയാത്ര പോലും ദുസ്സഹമായിരിക്കുന്ന ഈ റോഡിന്റെ ദയനീയത പരിഹരിക്കുന്നതിന് ഭരണകക്ഷി MLA ശ്രമിക്കുന്നില്ല എന്ന ആക്ഷേപം വ്യാപകമാണ്. താൻ പ്രതിപക്ഷ MLA ആയിരുന്നതുകൊണ്ടാണ് ഈ റോഡിന് പണം അനുവദിക്കാത്തതെന്ന് പല യോഗങ്ങളിലും MLA പറഞ്ഞിരുന്നതായും, എന്നാൽ ഇപ്പോൾ ഭരണസമിതി പക്ഷത്തായിട്ടും അവസ്ഥ പഴയത് തന്നെയാണെന്നും MLAയുടെ കഴിവുകേട് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും BJP പ്രവർത്തകർ ആരോപിച്ചു. റോഡ് പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP നടത്തുന്ന പ്രക്ഷോഭ സമരത്തിന്റെ ആദ്യഘട്ടമായാണ് സെപ്റ്റംബർ 30 രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ചെറുപുഴ പെരിങ്ങോം പഞ്ചായത്തുകളിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പാൽ, പത്രം, ആശുപത്രി എന്നിവ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പലേരി മോഹനൻ, രാജു ചുണ്ട, MK മുരളി, തമ്പാൻ തവിടശ്ശേരി, കെ. ഭാസ്കരൻ, KV രാമചന്ദ്രൻ, പാലങ്ങാടൻ മോഹനൻ, കല്ലറ നാരായണൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. യുണീക്ക് കൊക്കാനശ്ശേരിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ജൈവവാഴ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം പരിസ്ഥിതി പ്രവർത്തകൻ TV പത്മനാഭൻ മാസ്റ്റർ നിർവഹിച്ചു. CT മോഹനൻ അധ്യക്ഷത വഹിച്ചു. TV നാരായണൻ മാസ്റ്റർ, KV പത്മനാഭൻ, V ഓമന തുടങ്ങിയവർ സംസാരിച്ചു. ഇനി മാറ്റുലി കാണാം. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരളത്തിൽ ഭിക്ഷാടന മാഫിയ പെരുകുന്നുവോ? ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കാണാം. മറ്റ് മാഫിയകളെ പോലെയാണ് ഇവരിപ്പോൾ. ഭിക്ഷാടന മാഫിയ എന്ന് പറഞ്ഞാൽ വലിയൊരു മാഫിയയാണ്. അതിപ്പം ഗോവിന്ദസ്വാമീൻ്റെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ ഇന്ത്യയിൽ വല്ലാത്തൊരു ഇതിലേക്ക് പോവുകയാണ് ഇവർ. അത് സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു വിഷമത്തിൽ പിടിച്ചു പറി. ഇപ്പോൾ ഇവിടെയുണ്ടല്ലോ ബസ്സുകളിലൊക്കെ കയറി ഇവരാണല്ലോ ഇത് ചെയ്യുന്നത്. ഭിക്ഷാടനത്തെ പേരും പറഞ്ഞ് ഇതൊക്കെ ചെയ്യുന്നവരെ ഈ മാഫിയകളാണ്. അവർ പോയിട്ട് വളർത്തി വലുതാക്കി എടുക്കുന്ന ഒരു വലിയൊരു വിഭാഗം കേരളത്തിലുണ്ട്. മാഫിയ എന്ന് പറഞ്ഞാൽ അന്തർ സംസ്ഥാന മാഫിയ. കേരളത്തിൽ ഇപ്പോൾ ശരാശരി ഒരു ദിവസത്തെ ഭിക്ഷാടനത്തിൻ്റെ കണക്ക് പറയുന്നത് 15 കോടി ഉറുപ്പിയിലധികം. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു മാസത്തെ വരുമാനം എന്ന് പറയപ്പെടുന്ന ഒരു ദിവസം 15 കോടിയാണെങ്കിൽ ഒരു മാസത്തിൻ്റെ വരുമാനം കണക്ക് വയ്ക്കും. അപ്പോൾ ചെറിയ കുട്ടികളെയും പിഞ്ചു കുട്ടികളെയും മറ്റൊക്കെ പല മേഖലകളിൽ നിന്നും പിടിച്ചു കൊണ്ടുവന്ന് ഈ ഭിക്ഷാടന മാഫിയയുടെ നിന്ന് കൊടുക്കുകയാണ്. നമ്മളിപ്പം തീവണ്ടിയിലോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുന്ന പാവപ്പെട്ട കുട്ടികളല്ലേ എന്ന് വിചാരിച്ചിട്ട് 1 രൂപയോ 2 രൂപയോ അല്ലെങ്കിൽ 10 രൂപയോ കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്താ കിട്ടുന്നത്? പാവപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഹ്യൂമൻ റൈറ്റ്സ് അവകാശങ്ങൾ പോലും ഇല്ലാതാക്കിക്കൊണ്ട് ഇവിടുത്തെ സാമൂഹ്യ ജീവിതത്തിൻ്റെ മൊത്തത്തിൽ തട്ടിമറിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു അവസ്ഥാവിശേഷമാണ് ഇവിടെ കടന്നു വരുന്നത്. സ്വാഭാവികമായിട്ടും വളരെ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. നിയന്ത്രിക്കാൻ ഗവൺമെൻറ് വിചാരിക്കുക. ഒരു നിയമം കൊണ്ട് ഒരു വിഷയത്തിന് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റില്ല. പൊതുജനങ്ങൾ വ്യക്തമായ ബോധത്തോടുകൂടി ഇത്തരത്തിലുള്ള ആളുകളെ ഒരു തരത്തിലും സഹായിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഭിക്ഷാടന മാഫിയക്കെതിരെ ശക്തമായ നിലപാട് ഉന്നത അധികാരികളിൽ നിന്നും ഉണ്ടാകേണ്ടതാണ്. ഇതിനെപ്പറ്റിയാണ് നമ്മൾ കൂടുതലായി അന്വേഷിക്കുന്നത്. ഇന്ന് കൊടുക്കുന്ന സാധാരണക്കാരെ ഒരു മനുഷ്യൻ്റെ ഖേദം കണ്ട് കൊടുക്കുന്ന നാണയത്തുട്ടുകൾ ഏത് രീതിയിലൊക്കെ പോകുന്ന മനസ്സിലാകുന്നില്ല. അത്ര ഭിക്ഷാടനത്തിൽ വരുന്നവർക്ക് നമ്മൾ ഭക്ഷണങ്ങളും അതുപോലെ സാധനങ്ങൾ അവരെ വിശപ്പടക്കാനുള്ള സംഭവത്തിൻ്റെ രീതിയിലേക്ക് നമ്മൾ നീങ്ങുന്നതല്ലാതെ ഇനി നാണയത്തുട്ടുകൾ നൽകി അവരെ ഒരു വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോകരുതെന്നാണ്. വഴിയില്ലാതെ ഭിക്ഷാടനം എടുക്കുന്ന ആ രീതിയിലാണ് നമ്മൾ അതിനെ നോക്കി കണ്ടത്. പക്ഷേ ഇപ്പോൾ അത് പല രീതിയിലും തെറ്റുകൾ ആവർത്തിച്ച് അത് ഭിക്ഷാടനം ഒരു ക്രൈമിലേക്ക് തന്നെ തിരിയാണ്. ചെറിയ കുട്ടികളെ കൊണ്ട് ഭിക്ഷ എടുപ്പിച്ച് അത് മാഫിയ ഇടപെട്ട് പിന്നെ മറ്റിപ്പം ഇപ്പോൾ കേസിൻ്റെ ആസ്പദമായ സംഭവങ്ങളെല്ലാം ഈ ഭിക്ഷാടന മാഫിയൻ്റെ ഇതാണ്. അതാവുന്നതും പോലീസ് അധികാരികളും മറ്റുപേരും ചേർന്ന് അതിന് ശക്തമായ ഒരു നടപടി ഗവൺമെൻറ് തലത്തിൽ തന്നെ എടുക്കണമെന്നാണ് എൻ്റെ വ്യക്തമായ ഒരു അഭിപ്രായം. പിന്നെ നമ്മളെ ജനങ്ങളെ എന്താ പറയുക ചൂഷണം ചെയ്തിട്ടെങ്കിലും അവർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കും. ഇവർക്ക് ഷെയർ ഉണ്ടാവും മിക്കവാറും. ഇതിൻ്റെ ഷെയർ വിഹിതം അവർ പറ്റുന്നുണ്ടാവും നല്ലൊരു ശതമാനം. 1 ലക്ഷം രൂപ കിട്ടിയാൽ 25,000 30,000 പോയിന്റ് കൊടുത്താൽ പോരെ.
ഒരു രാത്രി ഉറക്കം ഞാൻ ഓരോ കാര്യം നടന്നത്. പ്രധാന തലക്കെട്ടുകളിലേക്ക് ഒരിക്കൽ കൂടി. MV ജയരാജൻ രാജിവെച്ചു. പരിയാരത്തിന് ഇനി പുതിയ ചെയർമാൻ. പ്രശ്നങ്ങളിൽ പെട്ടുഴലുന്ന പരിയാരം മെഡിക്കൽ കോളേജിന് അധിക തലവേദനയാണ് നിലവിലെ ചെയർമാന്റെ രാജി. കണ്ടൽക്കാടുകളുടെ സംരക്ഷകൻ കല്ലേൻ പൊക്കുടന്റെ ഓർമ്മകൾക്ക് 1 വയസ്സ്. കണ്ടൽ പഠന ഗവേഷണ കേന്ദ്രമെന്ന പൊക്കുടൻ സ്വപ്നം ഇപ്പോഴും കടലാസിൽ മാത്രം. ഗ്രൂപ്പ് ഞങ്ങൾക്കും പറ്റും. തലസ്ഥാനത്തെ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പയ്യന്നൂരിൽ നടത്തിയത് 2 പ്രകടനങ്ങൾ. $5 ലക്ഷം ചെലവിൽ കടുമേനിൽ നിർമ്മിച്ച പൊതുശ്മശാനം നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം ഉപയോഗശൂന്യമാകുന്നു. പച്ചക്കറി കൃഷിക്കൊപ്പം മത്സ്യകൃഷിയും. അക്വാപോണിക്സ് കൃഷിയിൽ വിജയം കൊയ്ത് എടാട്ടുമ്മൽ സ്വദേശി സാജൻ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.